ാണ് ഈ കിളവനെ തട്ടിയിട്ട് അവരുടെ മോളെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോന്ന് അവനോട് പറയുകയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സംഭവത്തിന് ശേഷം നമ്മുടെ അല്ലിയുടെ അച്ഛൻ ആകെപ്പാടെ ഭയന്നിരിക്കുകയാണ്. അപ്പൊ കിടക്കാൻ നേരത്ത് കട്ടിലൊക്കെ എടുത്ത് വാതിലിന്റെ അവിടെ വെക്കും. പുറകുവശത്തെ വാതിലിന്റെ അവിടെ ഒരു പട്ടിയിലൊക്കെ വെച്ചിട്ട് ആണിയൊക്കെ അടിച്ച് അതിസേഫായിട്ട് തന്നെ ആ ഒരു മനുഷ്യൻ വെക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ട് ആ മകൾക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ സേഫായിട്ട് അവരങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഈ മനുഷ്യന് ഉറക്കമില്ലായിരുന്നു. കാരണം ഈ ഒരു സംഭവമൊക്കെ നടന്നതിന് ശേഷം ഇനി അവര് വരുമോ എന്നുള്ളൊക്കെ ഒരു ഭയത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. മകളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് ഒരുത്തന്റെ കൂടെ വിടണമെന്ന് മാത്രമാണ് ഇപ്പം ആ ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പൊ അടുത്ത സീനിൽ നമ്മുടെ അല്ലിയുടെ കൂട്ടുകാരി വിളിച്ചിരുന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവളും അവളുടെ ഭർത്താവും കൂടി അവിടേക്ക് വരികയാണ്. അപ്പോൾ അല്ലി വളരെയധികം സന്തോഷത്തോടു കൂടി അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അല്ലിക്ക് ഒരു സമാധാനമാവുകയാണ്. കാരണം ഇനിയും വേറൊരു അപ്രോച്ച് വരുവാണെങ്കിലും കൂടെ ആളുണ്ട് എന്നൊരു ധൈര്യം അവൾക്ക് മനസ്സിൽ വരുന്നു. അപ്പൊ അല്ലി ആകട്ടെ കല്യാണ ജീവിതത്തെ പറ്റി കൂട്ടുകാരിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവളുടെ ലൈഫിൽ ശരിക്കും ഒരു കൂട്ടുകുടുംബമായിരുന്നു. പ്രത്യേകിച്ച് അവർക്കൊരു പ്രൈവസി ആയിട്ട് റൂംസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ റിലേഷൻ ആയാൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്നത് പോലും ഒരു കാടിനുള്ളിൽ വെച്ചിട്ടാണെന്നാണ് അല്ലിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ സമയത്താണ് നീ വിളിച്ചതെന്നൊക്കെ ഒരു കൂട്ടുകാരി അവളോട് പറയുകയാണ്. അപ്പൊ അല്ലി ഇങ്ങനെ തമാശക്ക് ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്, അപ്പൊ എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു തമാശ വിധത്തിലുള്ള സംസാരങ്ങളൊക്കെയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി അവളുടെ കൂട്ടുകാരിയും ഭർത്താവും അടിപൊളിയായിട്ട് അവിടെ ആഘോഷിച്ചിട്ട് അവർ രാവിലെ തന്നെ അവിടെ നിന്നും തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് സീനിൽ കാണിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അവളുടെ അച്ഛനാകട്ടെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് അവൾക്ക് കൊടുക്കുകയാണ്. അത് അവൾക്കൊരു ഡ്രസ്സായിരുന്നു. അപ്പൊ അന്ന് അവളുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു. സന്തോഷം കൊണ്ട് അവളാകട്ടെ അച്ഛൻ്റെ ഉമ്മയൊക്കെ കൊടുത്ത് ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന സീനാണ് അടുത്തതായി കാണിക്കുന്നത്. അപ്പൊ അവള് പെട്ടെന്ന് കുളിച്ചിട്ട് വരാമെന്ന് അച്ഛനോട് പറയുമ്പോൾ ശരിക്കും ഇവിടെ ഒരു ബാത്റൂം ഒക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്.